ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചല്ലോ. എന്തു നൽകും പകരമാ തുല്യമാ? ഒന്നുമില്ല താതനെ. എന്തു നൽകും പകരമാ? ഒന്നുമില്ല. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം ദൈവമെന്നെ സ്നേഹിച്ചല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചല്ലോ. എന്തു നൽകും പകരമോ തുല്യമാ? ഒന്നുമില്ല താതനെ. എന്തു നൽകും പകരമോ? ഒന്നുമില്ല തുല്യമാ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം ദൈവമെന്നെ സ്നേഹിച്ചല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചല്ലോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ. മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞ നിത്യ സ്നേഹമേ. എന്തു നൽകും പകരമാ? ഒന്നുമില്ല താതനെ. എന്തു നൽകും പകരമാ? ഒന്നുമില്ല താതനെ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം ദൈവമെന്നെ സ്നേഹിച്ചല്ലോ. കർത്താവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി നന്ദി പറയുന്നു. അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായിട്ട് കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിന് മുമ്പിലിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് രൂപാന്തരം നൽകി അനുഗ്രഹിക്കണം. കർത്താവെ, രൂപാന്തരപ്പെടുത്തുമാറാകണമേ. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുക. കർത്താവെ, നാൾത്തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമന്ന് ഞങ്ങളെ അനുഗ്രഹത്തോടെ അങ്ങയുടെ തിരുമാർവിൽ ചേർത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കുകയും ചെയ്യുന്ന ആ പരിശുദ്ധ സ്നേഹത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പാ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, അവിടെ ഞങ്ങളോട് സംസാരിച്ചാട്ടെ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ നിയന്ത്രണത്തിനായിട്ട് ഏൽപ്പിക്കുന്നു. ആദിയും അന്തവുമായ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങേക്ക് സകല സ്തുതിയും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു അപ്പച്ചന്റെ പൊന്നുനാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.
കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട കർത്താവിന് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവാണ്. ആമേൻ, സ്തോത്രം. നമ്മൾ രണ്ടാമത്തെ വരവിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വരവ് ട്രിബുലേഷന് ശേഷമുള്ള സമയത്താണ്, അല്ലെങ്കിൽ ഹർമേഗദ്ദോൻ യുദ്ധത്തിൻ്റെ ഒടുവിൽ അന്തിക്രിസ്തുവിനെ ആമേൻ യേശുവിൻ്റെ വായിലെ ശ്വാസത്താൽ അവൻ നശിപ്പിക്കുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം നമ്മൾ ചിന്തിക്കുന്നത് ആമേൻ രണ്ടാം വരവിനും ആമേൻ മഹോപദ്രവ കാലത്തിന് മുന്നേയുള്ള ആമേൻ സ്തോത്രം കർത്താവിൻ്റെ ആമേൻ സ്തോത്രം സഭയെ എടുക്കുന്ന കർത്താവിന് സ്തോത്രം. ചിലർ വിശ്വസിക്കുന്നത് മഹോപദ്രവത്തിന് ശേഷമാണ് റാപ്ചർ ഉണ്ടാകുന്നതെന്നാണ്. കർത്താവിന് സ്തോത്രം. എങ്ങനെ വേണേലും വിശ്വസിക്കാം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എങ്ങനെ വിശ്വസിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, ആമേൻ സഭ എടുക്കപ്പെടും. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, കർത്താവ് തൻ്റെ വൃദ്ധന്മാരെ ചേർക്കാൻ വരും. കർത്താവിന് സ്തോത്രം. അത് യുദ്ധം ചെയ്യാനല്ല, ചേർക്കാനാണ് വരുന്നത്. എല്ലാവരും പറഞ്ഞേ, ചേർക്കാനാണ് വരുന്നത്, കൂട്ടാനാണ് വരുന്നത്. കർത്താവിന് സ്തോത്രം. എന്നെ തന്നോട് കൂടെ ചേർക്കുവാൻ കർത്താവ് വരും. കർത്താവിന് സ്തോത്രം. നമ്മൾ അവൻ കണ്ണുനീരോടെ പറഞ്ഞില്ലേ, എന്ന് വരും താതാ നീ എന്ന് നമ്മൾ കണ്ണുനീരോടെ കർത്താവിനോട് വിളിച്ച് ചോദിച്ചില്ലേ. ആമേൻ സ്തോത്രം. കർത്താവ് നിന്നെ ചേർക്കാൻ, പ്രിയ സഹോദര സഹോദരി, നിന്നെ ചേർക്കുവാൻ കർത്താവ് വരും. ഹല്ലേലൂയ. യേശു വരുന്നത് നിന്നെ ചേർക്കാനാണ്. ആമേൻ. അവിടെ വേറെ ഒരു ഉദ്ദേശവും കർത്താവിനില്ല. ആമേൻ സ്തോത്രം. രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനും ഒന്നുമല്ല. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാനല്ല. പിന്നെയും നിന്നെ കൊണ്ടുപോകുവാൻ വരും, നിന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ എൻ്റെ അപ്പച്ചൻ വരും. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും ആമേൻ സ്തോത്രം സ്നേഹത്തോടെ സന്തോഷത്തോടെ ചിരിച്ച മുഖമായിട്ട് അവൻ ആലിംഗനം ചെയ്യുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചനെ ആമേൻ സ്തോത്രം നമ്മൾ മധ്യാകാശത്ത് കാണുവാൻ സ്വർഗ്ഗവടിയാക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ വരവിന് വേണ്ടിയുള്ള മുന്നേയുള്ള ആ ഒരുക്കമാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആ വലിയ ഒരുക്കത്തിന് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ ആമേൻ സ്തോത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആമേൻ സ്തോത്രം നമ്മുടെ ഒറ്റക്കാര്യം കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പ്രാഗൽഭ്യം വേണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു സഭയുടെ ഇടയൻ അല്ലെങ്കിൽ നമ്മളെ നടത്തുന്ന ഒരു ഇടയൻ എന്ന നിലയിൽ ആമേൻ സ്തോത്രം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം അവൻ്റെ വരവിങ്കൽ നമ്മൾ ആമേൻ സ്തോത്രം അവൻ്റെ ആടുകളെ അവൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ച അവൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കി നിർത്തുക എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആമേൻ സ്തോത്രം അത് തന്നെയാണ്. ആ ഒരുക്കത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പം നമ്മൾ ആമേൻ നമ്മുടെ കോർ വാക്യമായിരിക്കുന്ന ലൂക്കാസ് സുവിശേഷം 21:35-36 വാക്യങ്ങളിൽ പറയുന്നു, ഈ സംഭവിക്കുവാനുള്ളതെല്ലാം ഭൂമിയിൽ താമസിക്കുന്ന ജീവിക്കുന്ന സകലരുടെയും മേൽ വരും. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്നു, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ആവശ്യമായിരിക്കുന്നു. ഇംഗ്ലീഷിൽ രക്ഷ എന്ന വാക്ക് കൃത്യമായിട്ട് എഴുതിയിരിക്കുക. that you may have strength to escape from all these things. Hallelujah. അതിനു വേണ്ടിയിട്ടും പിന്നെ to stand before the Son of Man. യേശു വരുമ്പോൾ യേശുവിൻ്റെ മുന്നിൽ തല കുനിയാതെ നമ്മൾ കാത്തിരുന്ന് ആമേൻ സ്തോത്രം നമ്മുടെ നാഥൻ വരുമ്പോൾ സന്തോഷത്തോടെ നിനക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്, നിനക്ക് വേണ്ടി ഞാൻ നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഓടി വരുന്ന ഒരു പ്രാഗൽഭ്യം, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയും ചെയ്യണമെന്ന് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സദാകാലവും ഉണർന്ന് പ്രാർത്ഥിപ്പിനെന്ന് ദൈവത്തിൻ്റെ വചനം 21:35-36 വാക്യങ്ങളിൽ എഴുതി വച്ചിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവപുത്രൻ്റെ പ്രത്യക്ഷതയുണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞ ദൈവപുത്രൻ്റെ പ്രത്യക്ഷത. ആമേൻ സ്തോത്രം. അവൻ മധ്യാകാശത്ത് ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സൈന്യത്തോടൊപ്പം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം ദൂതന്മാരോടൊപ്പം വിത്ത് ദി വോയിസ് ഓഫ് ദി ആർച്ച്ഏഞ്ചൽ. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൂതന്മാരുടെ ശബ്ദത്തോലും വിത്ത് എ ഷൗട്ട് ആൻഡ് വിത്ത് വോയിസ് ഓഫ് ദി ആർച്ച്ഏഞ്ചൽ അവൻ വരുമ്പോൾ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പേരുണ്ടാകണം അവൻ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു പ്രാഗൽഭ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്തു വേണമെന്നാണ് നമ്മൾ പഠിച്ചത്. കർത്താവിന് സ്തോത്രം. ലെറ്റ് മീ റീക്യാപിറ്റുലേറ്റ് വാട്ട് ഐ ഹാവ് ഗിവൻ യെസ്റ്റർഡേ. ആമേൻ. ഞാൻ ഇന്നലെ പറഞ്ഞ ആ മെസ്സേജിൻ്റെ ഒരു രത്ന ചുരുക്കമായിട്ട് ഞാൻ പറയാം. കർത്താവിന് സ്തോത്രം. നമ്മൾ
നമ്മൾ വായിച്ചത് 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യമാണ്. ആമേൻ സ്തോത്രം. അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണമെന്ന് പറയുന്ന വാക്യം എഴുതി വച്ചിരിക്കുന്നത് അവൻ്റെ പ്രിയ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനാണ്. ആ യോഹന്നാനെ പറഞ്ഞിരിക്കുകയാണ്. 2:28 പറയുന്നു, ഇനിയും കുഞ്ഞുങ്ങളെ. എത്ര സ്നേഹത്തോടെയാണ് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ നമ്മളോട് പറയുന്നത്. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ, ആമേൻ സ്തോത്രം, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവിൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ്റെ പ്രത്യക്ഷതയിൽ അവൻ സ്തോത്രം നമ്മൾ ലജ്ജിച്ചു പോകാതെ അവൻ സ്തോത്രം ധൈര്യത്തോടെ അവൻ ധൈര്യമുണ്ടാകേണ്ടതിന്, നമുക്ക് അവൻ്റെ പ്രത്യക്ഷതയിൽ ധൈര്യമുണ്ടാകേണ്ടതിന് അവൻ സ്തോത്രം എന്ത് ചെയ്യണം? അവൻ സ്തോത്രം ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവൻ സ്തോത്രം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനിൽ വസിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എഴുതി ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥന അവൻ ഒത്തിരി പ്രാവശ്യം ഉരുവിട്ടാൽ മതിയോ? പോരാ. അവനിൽ വസിക്കണം. അവൻ സ്തോത്രം. ആർക്കെങ്കിലും നല്ലത് ചെയ്തു അത് മാത്രം മതിയോ? പോരാ. അവനിൽ വസിക്കണം. അവൻ സ്തോത്രം. അവൻ ദൈവപുത്രൻ അവൻ സ്തോത്രം റാപ്ചറിന് വരുമ്പോൾ അവൻ എടുക്കപ്പെടും. ഉൽപ്രാപണത്തിനായിട്ട് അവൻ സ്തോത്രം ഹാർപാസോ അല്ലെങ്കിൽ റാപ്ചർ അവൻ അതിനായിട്ട് യേശു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം. അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പ്രാഗൽഭ്യം വേണമെങ്കിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം, ഒന്ന് അവനിൽ നമ്മൾ വസിക്കുന്നവരാകണം. നമ്മൾ അവനിൽ വസിച്ചേ പറ്റൂ. കർത്താവിൻ്റെ സ്തോത്രം. നമ്മൾ ആമേൻ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു കേട്ടു, ഇന്നലെ വായിച്ചാണ്. എന്നാലും ഒന്നുകൂടി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പുതുതായിട്ട് ആമേൻ സ്തോത്രം ഇന്ന് കേൾക്കുന്നവരൊക്കെ ആയിട്ട് ആമേൻ സ്തോത്രം ഒന്ന് വായിക്കും. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ 15:1 യോഹന്നാൻ സുവിശേഷം 15:1, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളഞ്ഞ് കായ്ക്കുന്ന ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ ആമേൻ സ്തോത്രം 4-ാമത്തെ വാക്യം പറയുന്നു, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ സ്തോത്രം. കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. എന്താ പറഞ്ഞേ? നീക്കിക്കളയും. കായ്ക്കാത്ത കൊമ്പിനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളും. കർത്താവിൻ്റെ സ്തോത്രം. അപ്പൊ കൊമ്പുകൾക്ക് ഫലം കായ്ക്കണമെങ്കിൽ മുന്തിരിവള്ളിയോട് അവൻ ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ മുന്തിരിവള്ളിയിൽ വസിക്കണം. കർത്താവിൻ്റെ സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. 2, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാകുന്നു. ആമേൻ. 4-ാമത്തെ വാക്യം പറയുന്നു, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ആമേൻ ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് ബാരൻനെസ് അല്ലെങ്കിൽ ഫ്രൂട്ട്ലെസ്നെസ് നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നായിരിക്കും അറിയാമോ? അതിൻ്റെ റീസൺ ഒന്നേ ആയിരിക്കത്തുള്ളൂ. ആമേൻ സ്തോത്രം. നമ്മൾ യേശുവിൽ വസിച്ചിട്ടില്ല. കൊമ്പ് നിൽക്കുന്നത് മുന്തിരിവള്ളിക്കകത്തല്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ പുറപ്പെടുവിക്കുന്നില്ല. ആമേൻ. ആമേൻ. മുന്തിരിവള്ളിയിൽ വസിക്കുന്നുവെങ്കിലോ അധികം ഫലം കായ്ക്കും. കർത്താവിൻ്റെ സ്തോത്രം. ടു ബെയർ മച്ച് ഫ്രൂട്ട്. കർത്താവിൻ്റെ സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, യേശുവിൽ വസിക്കുന്നവൻ ഫലം കായ്ക്കും. ഒന്ന് ചേർന്ന് പറഞ്ഞേ, യേശുവിൽ വസിച്ചാൽ ഞാൻ ഫലം പുറപ്പെടുവിക്കും. നിന്റെ ബാരൻനെസ്, ആമേൻ, ആ വന്യത ഏത് മേഖലയിലാകട്ടെ, അവൻ അത് നിന്റെ ജോലി സ്ഥലത്താകട്ടെ, നിന്റെ കുടുംബജീവിതത്തിനകത്താകട്ടെ, അവൻ നിന്റെ വ്യക്തി ജീവിതത്തിനകത്താകട്ടെ, ഏത് മേഖലയിലാകട്ടെ. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്ത് ചെയ്താലും ആമേൻ സ്തോത്രം ഒന്നും ശരിയാവുന്നില്ല. ഭാഷയിൽ കർത്താവിന്റെ സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? ഒരു ആത്മീക വന്യത നിന്നെ പിടിച്ചിരിക്കുകയാണ്. ഒരു ഫ്രൂട്ട്ലെസ്നെസ്, ബാരൻനെസ്, അതിനെ ഇന്ന് രാത്രി സ്വർഗം ബ്രേക്ക് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ.
ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ശക്തി ആമേൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തോട് ആമേൻ സ്തോത്രം വാദിക്കുക. നിന്നെ സ്നേഹിച്ചവൻ, ആമേൻ സ്തോത്രം നിനക്ക് വേണ്ടി സകലതും ഏൽപ്പിച്ചു തന്നവൻ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം നിന്നെ ശക്തമായിട്ട് ആമേൻ സ്തോത്രം ആമേൻ പുറത്തു കൊണ്ടുവരിക. നിന്നെ പ്രൂൺ ചെയ്ത നിന്നെ അവൻ അവൻ്റെ വേലയ്ക്കായിട്ട്, അവൻ അവൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്കായിട്ട്, അവൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായിട്ട്, അവൻ്റെ മഹത്വം കാണുവാൻ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്തെ ബാരൻനെസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം ആമേൻ സ്തോത്രം അത്ഭുതം ചെയ്യട്ടെ. ഗർഭപാത്രങ്ങൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഫ്രൂട്ട്ലെസ്നെസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് അവൻ ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. അപ്പൊ കൊമ്പ് മുന്തിരി വള്ളിയിലാണെങ്കിൽ ഫലം കായ്ക്കും. ഇത് മറന്നുപോകുക. Abide in Jesus. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. 4-ാമത്തെ വാക്യം 15:4 പറയുന്നു, Abide in me and I in you, as the branch cannot bear fruit of itself unless it abides in the vine. So neither can you unless you abide in me. കർത്താവിന്റെ സ്തോത്രം. Abide in me. എന്നിൽ വസിക്കുക. അപ്പോൾ ദൈവപുത്രന്റെ പ്രത്യക്ഷതയിൽ ധൈര്യത്തോടെ, മുഖം കുനിയാതെ, ലജ്ജ കൂടാതെ എൻ്റെ അപ്പച്ചന എന്ന് പറഞ്ഞ് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ഓടി കഴുത്തെ പിടിക്കണമെങ്കിൽ, അവൻ സ്തോത്രം അവനെ ചുറ്റി പിടിക്കണമെങ്കിൽ അവനൊരു പ്രാഗൽഭ്യം വേണം. ആ പ്രാഗൽഭ്യം എന്താണെന്ന് അറിയാമോ? അവനിൽ വസിക്കണം. എല്ലാവരും ചേർന്ന് പറയാം, Abide in Jesus. ഒറ്റ പ്രാഗൽഭ്യമുള്ളൂ, ഒറ്റ കാര്യം, Abide in Jesus. അപ്പൊ ചോദ്യം ഇതാണ്, how to abide in Jesus? എല്ലാവരും പറയുന്നു യേശുവിൽ വസിക്കണമെന്ന്. എങ്ങനെ വസിക്കണം? പ്രാർത്ഥന കൂട്ടിയാൽ മതിയോ? അല്ലെങ്കിൽ നല്ല ദാനധർമ്മങ്ങളെ ചെയ്താൽ മതിയോ? എന്താണ് യേശുവിൽ അവൻ വസിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? തിരുവചനത്തിൽ നിന്ന് തന്നെ നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കർത്താവിന്റെ സ്തോത്രം. അവൻ അതിന് വേണ്ട ഒന്നാമത്തെ കാര്യം, യേശുവിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? 1 യോഹന്നാൻ 2:6 വാക്യം പറയുന്നു, ആമേൻ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. അപ്പോൾ അവനിൽ വസിക്കുന്നവന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ നടന്നതുപോലെ നടന്നാൽ മതി. അവനിൽ വസിക്കണമെങ്കിൽ, if you want to abide in Jesus, യേശുവിൽ വസിക്കണമെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കണം. ചേർന്ന് പറഞ്ഞു, അവൻ നടന്നതുപോലെ നടക്കണം. എന്താ അവൻ നടന്നതുപോലെ നടക്കുക? അവൻ നടക്കുന്നതിന്റെ സ്റ്റൈല് നോക്കി നടക്കുക എന്നാണ്? അല്ല. കർത്താവിന് സ്തോത്രം. അവൻ തൻ്റെ താടിരോമങ്ങൾ പിഴുതെടുത്തപ്പോൾ, അവൻ്റെ മുഖത്തെ കാർക്കിച്ചു തുപ്പിയപ്പോൾ, അവൻ്റെ വസ്ത്രത്തിന് വേണ്ടി ചീട്ടിട്ടപ്പോൾ, അവൻ്റെ കൈകാലുകളിൽ അവൻ ഇരുമ്പിൻ്റെ ആണികൾ തറച്ചു കയറ്റിയപ്പോൾ, അവൻ്റെ വിലാപ്പുറത്ത് അവൻ കുന്തം കൊണ്ട് കുത്തിയപ്പോഴും ഒന്നും അവൻ ഒരക്ഷരം മിണ്ടിയില്ല. കർത്താവിന് സ്തോത്രം. അവൻ പലപ്പോഴും അവൻ തന്നെ അറിയാത്തവർ പോലും അവൻ സ്തോത്രം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവന് മനസ്സലിവ് തോന്നി. അവന് ഒത്തിരി പ്രത്യേകതകളുണ്ടായിരുന്നു. അവന് വിശ്വസിച്ചവർക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്തു. കർത്താവിന് സ്തോത്രം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ച് കരഞ്ഞ് അവൻ കുരുടനെ അവൻ കാഴ്ച കൊടുത്ത് അനുഗ്രഹിച്ചപ്പോൾ അവൻ ആ കുരുടനോട് ചോദിച്ചില്ല, നിനക്ക് യോഗ്യതയുണ്ടോ എന്ന്. അവൻ സ്തോത്രം. അവന് ഒത്തിരി പ്രത്യേകതകളുണ്ടായിരുന്നു. അവൻ നടന്നതിൻ്റെ രീതി അത് വ്യത്യസ്തമാണ്. അത് ലോകത്തിന് മനസ്സിലാകാത്ത രീതിയാണ്. ക്രൂശിലേക്ക് പോകുവാൻ തടസ്സം പറഞ്ഞ് പത്രോസിനെ ശാസിക്കുന്നത് എന്തിനാണെന്ന് പത്രോസിന് പോലും അന്ന് മനസ്സിലായിട്ടുണ്ടാകത്തില്ല. അത് നിനക്ക് ഈ ക്രൂശ് മരണം നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശാസിക്കുന്ന യേശു. കഷ്ടപ്പെടാൻ ആരെങ്കിലും നിന്നു കൊടുത്തിട്ടുണ്ടോ? മനഃപൂർവ്വമായിട്ട്. ലോകത്തിന് മനസ്സിലാകാത്ത ഒത്തിരി പാഠങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ പഠിക്കുവാനുണ്ട്. അപ്പോൾ യേശു നടന്നതുപോലെ നടക്കുക എന്ന് പറഞ്ഞാൽ
അതൊരു പുതിയ സൃഷ്ടി ആയാൽ മാത്രമേ സാധിക്കുന്ന കാര്യമാണ്. പൗലോസ് അപ്പോസ്തലനെ ഉദാഹരണമായിട്ട് പറഞ്ഞു. എന്താ പ്രത്യേകത? പൗലോസ് ശൗലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. സഭയെ പീഡിപ്പിച്ച്, സഭയെ അവൻ സ്വത്രം അവൻ ഉപദ്രവിച്ച് കൊണ്ട് നടന്നിരുന്ന ശൗല് യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴും അവൻ സ്തോത്രം ഹല്ലേലൂയ അവനുണ്ടായിരുന്ന നന്മകളൊക്കെ ചപ്പന്നും ചവർന്നും എന്നെ ഈ ക്രിസ്തുവിൽ നിന്നും എന്നെ പിരിക്കുവാൻ, അവൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിപ്പാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തു. കർത്താവിന് സ്തോത്രം. അത്രമേൽ ദൈവത്തെ സ്നേഹിപ്പാൻ, യേശുവിനെ സ്നേഹിപ്പാൻ പൗലോസിനായി. എന്താ കാര്യം എന്നറിയാമോ? ഹി ബിക്കെയിം എ ന്യൂ ക്രിയേഷൻ. അവനൊരു പുതിയ സൃഷ്ടിയായി. ആ പഴയ നടപ്പിൽ അവനത് സാധിക്കുമായിരുന്നില്ല. യേശുവിനെ എന്നല്ല, യേശുവിൻ്റെ ആൾക്കാരെ കണ്ടവിടത്തില്ലായിരുന്നു. എന്നിട്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഇന്ന് സമ്പത്തിൻ്റെ പിന്നാലെയല്ല, സമ്പത്ത് വലിച്ചെറിഞ്ഞിട്ട് ആമേൻ സ്തോത്രം നഷ്ടപ്പെട്ട ആത്മാക്കളുടെ പിന്നാലെയാണ്. ആമേൻ മുമ്പ് സുഖവും ആമേൻ ലോകത്തിൻ്റെ പ്ലഷേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു, പ്രാഗൽഭ്യങ്ങളുണ്ടായിരുന്നു, ആമേൻ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു. എല്ലാം ചപ്പന്നും ചവർന്നുമായി. വ്യത്യാസങ്ങൾ ഒത്തിരി വന്നു. വെളിപ്പാടുകൾ പ്രാപിച്ചു. തൻ്റെ കരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യുവാൻ തുടങ്ങി. ആമേൻ പൗലോസ് പോകുന്ന സ്ഥലങ്ങളിൽ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുവാൻ പറ്റുന്ന അത്ഭുതങ്ങൾ ഒത്തിരി ഉണ്ടായി. പ്രിയമുള്ളവരെ, കാരണം ഇതാ, അവൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും എങ്ങനെ ക്രിസ്തു നടന്നതുപോലെ നടക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയുവാൻ സാധിക്കും, അവരൊരു പുതിയ സൃഷ്ടിയാകണം. എങ്ങനെയാ ഒരു പുതിയ ആകുന്നത്? ആമേൻ സ്തോത്രം. വീണ്ടും ജനനം പ്രാപിച്ചു എങ്കിൽ മാത്രമേ ഒരു പുതിയ സൃഷ്ടിയാവുകയും പഴയത് മാറിപ്പോവുകയും ചെയ്തുള്ളൂ. വീണ്ടും ജനനം പ്രാപിക്കുക. ഈ ക്രിസ്ത്യാനികൾ ഇവരെല്ലാം ഇപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും പറയും വീണ്ടും ജനനം, വീണ്ടും ജനനം, വീണ്ടും ജനനം. പ്രിയമുള്ളവരെ, ഇത് ഏതെങ്കിലും വ്യക്തിയുടെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ല. ഇത് യേശു എഴുതി വച്ചിരിക്കുന്നതാണ്. യേശുവിൻ്റെ സുവിശേഷത്തിനകത്ത് അവൻ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ റാപ്ചറിന് വേണ്ടി ദൈവത്തിൻ്റെ യേശുവിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകും. യേശു നിന്നെ കൊണ്ടുപോകുവാൻ വരണമെങ്കിൽ നീ വീണ്ടും ജനിച്ചിരിക്കണം. കാരണം വീണ്ടും ജനനം കൂടാതെ ഒരുവൻ ദൈവരാജ്യം കാണുവാൻ പോലും സാധിക്കത്തില്ല. പിന്നെയല്ലേ പോകുന്നു. മധ്യാകാശത്ത് നിന്നെ കൊണ്ടുപോകുവാൻ വരുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. അപ്പൊ ദൈവരാജ്യം കാണുവാൻ പോലും യോഗ്യതയില്ലാത്തവനെ എങ്ങനെ ദൈവരാജ്യത്തേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ പുറത്ത് നിർത്തിയാലും കാണും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് കാണുക പോലും ഇല്ലെന്ന് പറഞ്ഞു. അവൻ അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിനാ യേശു, അവൻ നിന്നോട് പറയുന്നു, 3-5 യോഹന്നാൻ 3-5 യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. കടക്കാൻ കഴിയത്തില്ല, ചെന്നാലും കയറാൻ പറ്റത്തില്ല. ആമേൻ ആമേൻ സ്തോത്രം. അപ്പോൾ യേശു നടന്നതുപോലെ നടക്കണമെങ്കിൽ, യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മളൊരു പുതിയ സൃഷ്ടി ആയേ പറ്റൂ. വീണ്ടും ജനനം കൂടാതെ ഒരുവൻ പുതിയ സൃഷ്ടിയാകത്തില്ല. കാരണം വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു മനസ്സിൻ്റെ ഒരു തോന്നലല്ല. ആമേൻ, അത് ആത്മാവിൻ്റെ ജനനമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:14 പറയുന്നത്, ആമേൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആമേൻ പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് നാം ആമേൻ സ്തോത്രം, നാം അവകാശികളുമാണ്. കാരണം എന്താ? മക്കളെങ്കിൽ അവകാശികളും അത്രയെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുക. അപ്പോൾ അവകാശിയായതും മകനായതും മകളായതും മക്കളായതും ഒക്കെ
പുതിയ സൃഷ്ടി ആയതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ വീണ്ടും ജനനം സംഭവിച്ചതിൻ്റെ ആമേൻ സ്തോത്രം നിനക്ക് ലഭിച്ച അവകാശമാണ്, അധികാരമാണ്. You became a son in the house of God, in the family of Christ. നീ ദൈവഭവനത്തിനകത്ത് അന്യനല്ല, മകളാ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. എന്നെ മകനാക്കിയതിനായി സ്തോത്രം കർത്താവ്, എന്നെ മകളാക്കിയതിനായിട്ട് സ്തോത്രം കർത്താവ്. ഒന്ന് ചേർന്ന് പറഞ്ഞു കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് മക്കളെ തന്നതിനും കുടുംബം തന്നതിനും നല്ല ജോലി തന്നതിനും ഒക്കെ സ്തോത്രമുണ്ട്. പക്ഷേ ഈ സ്തോത്രം പറയുമ്പോൾ മകനാക്കിയതിന്, എൻ്റെ അപ്പൻ ദൈവത്തിൻ്റെ മകനാക്കിയതിന് അവൻ സാധാരണ സ്തോത്രം പോരാ. കാരണം അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ്റെ മകനാകുവാനാണ് ദൈവം നമുക്ക് ഭാഗ്യം ലഭിച്ചത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൽ വസിച്ചിട്ടല്ലാതെ, യേശുവിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. യേശുവിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് അവനെ കാണുവാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, അവൻ നടന്നതുപോലെ നടക്കണം. രണ്ടാമത്, അവൻ സ്തോത്രം ഹല്ലേലൂയ, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അവനിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവനിൽ വസിക്കണമെങ്കിൽ സഹോദരനെ സ്നേഹിക്കണം. 2:10, 1 യോഹന്നാൻ 2:10. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. കർത്താവിന്റെ സ്തോത്രം. ഞാൻ വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പാക്കുകയും ചെയ്യുന്നവൻ എന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ആരാ വെളിച്ചം? യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8:12 പറയുന്നു, ആമേൻ, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശു ആ വെളിച്ചം. അപ്പോൾ ആ വെളിച്ചത്തിൽ വസിക്കണമെങ്കിൽ സഹോദരനെ സ്നേഹിക്കണം. ചെറിയ സില്ലിയായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും, കർത്താവിന് ഇങ്ങനെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളിലാണ് താല്പര്യം. എന്നോട് വലിയ പ്രോജക്റ്റൊന്നും കർത്താവ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു തന്നിട്ടില്ല. നോക്കി, രക്ഷയ്ക്ക് പോലും ആമേൻ 101 മെഴുകുതിരി കത്തിക്കാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെയോ വിശ്വസിച്ചാൽ മതി, യേശുവിടെ ഒന്ന് വിശ്വസിച്ചാൽ മതി. അത്രയ്ക്ക് സിമ്പിളാണ്. ഈ ഗോസ്പൽ മൊത്തം അങ്ങനെയാണ്. യേശു പറയുക, ആമേൻ സ്തോത്രം, സഹോദരനെ സ്നേഹിക്കാത്തവൻ യേശുവിൽ വസിക്കത്തില്ല. യേശുവിൽ സഹോദരനെ സ്നേഹിക്കാത്തവന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? വായിച്ചോ, 1 യോഹന്നാൻ 3:13. സഹോദരനെ സ്നേഹിക്കാത്തവന്റെ വേറൊരു കാരണം എന്താണെന്നറിയാമോ? നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അവൻ യേശുവിലല്ല വസിക്കുന്നത്, പിന്നെയോ മരണത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അപകടം നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ യേശുവിൽ വസിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് അവൻ ജീവിച്ചതുപോലെ, അവൻ നടന്നതുപോലെ ജീവിക്കണം. അതിന് പുതിയ സൃഷ്ടിയാകണം. രണ്ടാമതായിട്ട് അവൻ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരനെ സ്നേഹിക്കണം. സ്നേഹിച്ചില്ല എങ്കിൽ നമ്മൾ മരണത്തിൽ വസിക്കുന്നവരാകുമെന്ന് അപകടം കൂടിയുണ്ട്. കർത്താവിന്റെ സ്തോത്രം. മൂന്നാമതായിട്ട് ആമേൻ സ്തോത്രം, അവനിൽ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം, അവനിൽ വസിക്കണമെങ്കിൽ നമ്മൾ വചനം പഠിക്കണം. 1 യോഹന്നാൻ 2:14 വായിച്ചപ്പെട്ടത്. 2:14 കർത്താവിന്റെ സ്തോത്രം. പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകുകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. കർത്താവിന്റെ സ്തോത്രം. 14 വാക്യം പറയുന്നു, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു. പറഞ്ഞേ, ദൈവവചനം എന്നിൽ വസിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ദൈവവചനം വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കെമിസ്ട്രി, ബയോളജി, അങ്ങനെ ഒത്തിരി വിഷയങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. കാരണം ആ നോളജൊക്കെ അവൻ ഇൻഫോർമേഷനായിട്ട് നമ്മുടെ അകത്തളത്തിലിരിക്കുമ്പോൾ, നമ്മുടെ സോളിനകത്തിരിക്കുമ്പോൾ, അവൻ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് ഇൻഫോർമേഷനായിട്ടല്ല ഇരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെയോ അത് ജീവനോടെ വസിക്കുകയാണ്, വാസം ചെയ്യുക, അത് ചലിക്കുകയാണ്, അത് പ്രവർത്തിക്കുക, അത് സൗത്തി ബന്ധങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ആത്മാവിൻ്റെ വിചാരങ്ങളെ, വികാരങ്ങളെ ഒക്കെ അവൻ സ്വതന്ത്രം വേർതിരിച്ചറിഞ്ഞ്, അവൻ സ്വതന്ത്രം നിന്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയൊക്കെ വേർതിരിച്ചറിഞ്ഞ് അവൻ സ്വതന്ത്രം അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ ഇറ്റ് എബൈഡ്സ്. അപ്പൊ ദൈവവചനം നമ്മളിൽ വസിക്കുന്നു. ആരാ ഈ ദൈവവചനം? യോഹന്നാൻ 1
ആമേൻ സ്തോത്രം. ഒന്ന് പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വാക്യം പറയുന്നു, ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യേശു നമ്മുടെ ഇടയിൽ വസിച്ചു. യേശു നമ്മുടെ ഇടയിൽ വസിച്ചത്, ദൈവത്തിന്റെ വചനം പറയുന്നു, വചനമാണ് നമ്മുടെ ഇടയിൽ വസിച്ചത്. വചനം ദൈവമാണെന്ന് പറയും. അപ്പൊ വചനം ദൈവമാണ്, ദൈവം വചനമാണ്. ആ വചനം ആമേൻ യേശുവാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ വചനം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, ആമേൻ സ്തോത്രം, യേശു നമ്മളിൽ വസിക്കുന്നുവെന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയാം. യേശു നമ്മളിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് യു വാണ്ട് ടു അബൈഡ് ഇൻ ജീസസ്, നമുക്ക് യേശുവിൽ വസിക്കണമെങ്കിൽ ഒന്ന്, ഹല്ലേലൂയ, we need to study the word. നമ്മൾ യേശുവിൻ്റെ വചനം പഠിക്കണം, വചനം കേൾക്കണം. വചനത്തിന്റെ മുമ്പിൽ നല്ല ഹൃദയത്തോടെ, ഒരുക്കമുള്ള ഹൃദയത്തോടെ, പാകമുള്ള ഹൃദയത്തോടെ ഇരിക്കണം. ഈ ഞെരിഞ്ഞിലും പറക്കാരെയും ഒക്കെ ആയിട്ട് പോയിരുന്നാൽ വചനം കേൾക്കും, നല്ലതാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇത് ഇറങ്ങത്തില്ല, റൂട്ടഡ് ആകത്തില്ല, ഫലം കായ്ക്കത്തില്ല. പാറപ്പുറത്ത് വീണതുപോലെ, വഴിയരക്കി വീണതുപോലെ, മുള്ളിനിടയിൽ വീണതുപോലെ അത് ഫലമില്ലാതെ പോകും. ഇന്ന് രാത്രി നല്ല ഹൃദയത്തോടെ വചനം കേൾക്കുന്നതിന് മുമ്പ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എൻ്റെ ഹൃദയം ഒരുക്കണം, 100 മേനി ഫലം കായ്പാൻ. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ഇവിടെ നിന്ന് വിതച്ചോണ്ടിരിക്കുക. ഇത് വീഴുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് അതിന്റെ വിളവെടുപ്പ്. ചിലയിടങ്ങളിൽ, ചില സ്ഥലത്ത് 100 മേനിയാണ്, ചിലയിടത്ത് 60, ചിലയിടത്ത് 30, ചിലയിടത്ത് ഒന്നുമില്ല. എന്താ കാര്യം? അവൻ നിലപ്പാകപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ സ്വതന്ത്രം. രാത്രി അവൻ സ്വതന്ത്രം ചിന്തിക്കേണ്ട വിഷയം ഇതാണ്, യേശുവിൽ വസിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? യേശുവിൽ വസിക്കണമെങ്കിൽ ആമേൻ സ്തോത്രം പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവന്റെ വചനം പഠിക്കണം. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. വീണ്ടും നാലാമതായിട്ട് യേശുവിൽ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവേഷ്ടം ഇന്നതെന്നറിഞ്ഞ് അത് ചെയ്യുന്നവരാകണം. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, ഞാൻ ഇതൊക്കെ ചെയ്തു, ഇതെല്ലാം, ഇത്ര കാര്യങ്ങളെല്ലാം ചെയ്തു, ഇത്ര വലിയ സംഭവങ്ങൾ, ത്യാഗങ്ങൾ ഞാൻ ചെയ്തു, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അവനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, അവൻ ചെയ്തത് മുഴുവൻ അവൻ്റെ ഇഷ്ടത്തിന്, തോന്നിവാസത്തിന് ഏതാണ്ടൊക്കെ ചെയ്തത്. അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ടല്ല, നിന്റെ ഇഷ്ടത്തിന്, നിന്റെ സ്വന്തം താല്പര്യത്തിന് നീ പലതും ചെയ്തു കൂട്ടി അവസാനം ബുദ്ധിമുട്ടിലായപ്പോൾ കുറ്റം പറയുന്നത് ആരെയോ? ദൈവത്തെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ യേശുവിൽ വസിക്കണമെങ്കിൽ ദൈവേഷ്ടം ചെയ്യുന്നവരാണ്. ദൈവേഷ്ടം കേൾക്കുന്നവരുണ്ട്, നാളത്തേക്ക് ചെയ്യാം, പിന്നത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരുണ്ട്, ഡിഗ്നിറ്റി നോക്കി മാറി നിൽക്കുന്നവരുണ്ട്. ദൈവേഷ്ടം ചെയ്യുന്നവരാകണം, ചെയ്യണം. We must do the will of God. ഹല്ലേലൂയ. അപ്പോൾ അവനിൽ വസിക്കുന്നവൻ എന്ത് ചെയ്യണം? ദൈവേഷ്ടം ചെയ്യണം. വായിച്ച 1 ജോൺ 1 ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവരും എന്നേക്കും ഇരിക്കുന്നു, അവൻ നിത്യതയിലും ഇരിക്കും. ദൈവേഷ്ടം ചെയ്യുന്നവൻ, ആമേൻ സ്തോത്രം, അവനെ ദൈവം മാറ്റി നിർത്തത്തില്ല. യേശു വരുമ്പോൾ നിനക്ക് അവൻ്റെ കൂടെ പോകണമെങ്കിൽ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായിരുന്നാൽ മതി. അപ്പോൾ we need to abide in Jesus. That's the key. യേശുവിൽ എങ്ങനെ വസിക്കാം? യേശുവിൽ വസിക്കുന്നവൻ നിശ്ചയമായിട്ടും യേശുവിൻ്റെ ഇഷ്ടത്തെ, അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടത്തെ അനുസരിക്കുന്നവനാകണം. കർത്താവിന്റെ സ്തോത്രം. എല്ലാവരും ചേർന്ന് പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം, ദൈവേഷ്ടം. എന്താണ് ദൈവേഷ്ടം എന്ന് തിരക്കി ആ ദൈവേഷ്ടം അനുസരിക്കുന്നവരാണ് കർത്താവിന്റെ സ്തോത്രം എന്നേക്കും യേശുവിനോട് കൂടെ ഇരിക്കുന്നത്. 17 വാക്യം പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. അതിലേക്ക് ചേർന്നൊരു ആമേൻ പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ഇനി 5ാമത്തെ കാര്യം, കർത്താവിന്റെ സ്തോത്രം, യേശുവിൽ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്താണ് ഈ യേശുവിൽ വസിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? യേശുവിൽ വസിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, you should not forget the things which you have heard from the beginning.
കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആമേൻ ആമേൻ സ്തോത്രം. നമ്മൾ കേട്ട ആദിയിൽ നിന്ന് കേട്ട, അല്ലെങ്കിൽ അവനിൽ വസിക്കണമെങ്കിൽ കേട്ടത് മറക്കരുത്. പറഞ്ഞേ, 1 യോഹന്നാൻ 2:23 വായിച്ചു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. നിങ്ങൾ ആദി മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദി മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. അപ്പോൾ ആദി മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദി മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. അപ്പോൾ യേശുവിൽ വസിക്കണമെങ്കിൽ ആദി മുതൽ കേട്ടതിൽ വസിക്കണം. ആദ്യം മുതൽ കേട്ട കാര്യങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു കള്ളപ്രവാചകൻ വന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുരുപദേശം പഠിപ്പിക്കുന്നവൻ വന്ന്, ഏതെങ്കിലും പിന്മാറ്റക്കാരൻ്റെ വാക്ക് കേട്ട് അവൻ പറയുന്ന ഷുഗർ കോട്ടഡ് പോയിസൺ തിന്ന് വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദ്യം മുതൽ കേട്ടതിൽ വസിക്കണം. നിങ്ങളെ നടത്തിയ, നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന, ജീവന്റെ വചനം പറഞ്ഞു തന്നവരെ ആമേൻ സ്തോത്രം, ആ പറഞ്ഞ വാക്കുകളിൽ വസിക്കണം. ആമേൻ. അത് മറന്നു പോകരുത്, അത് കൈവിടരുത്. ആദ്യം മുതൽ കേട്ടതിൽ വിശ്വസിക്കണം. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞു, ആമേൻ സ്തോത്രം, പലരെയും കണ്ടിട്ടുണ്ട്, വിട്ടുകളഞ്ഞ പലരെയും. കഴിഞ്ഞ നാളുകളിൽ ഗ്ലോറിയസ് ആയിട്ട് ഞാൻ യേശുവിൽ വിശ്വസിച്ചു, ആമേൻ സ്തോത്രം, പിന്നത്തേതിൽ വിട്ടുകളഞ്ഞു. എന്ത് കാര്യം? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം, അവനിൽ വസിക്കണമെങ്കിൽ അവന്റെ, ആമേൻ സ്തോത്രം, ആദ്യം മുതൽ കേട്ടതിൽ വസിക്കുന്നവനാകണം. കർത്താവിന്റെ സ്തോത്രം. ഇടയ്ക്ക് വെച്ച വിശ്വാസം ഉപേക്ഷിക്കരുത്. ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളായിരിക്കുന്ന, നിങ്ങളോട് വചനം പറയുന്നവരുമായിട്ട് ആമേൻ സ്തോത്രം, നിങ്ങൾ ആമേൻ അവിടുന്ന് മാറി താമസിക്കേണ്ടിയോ അല്ലെങ്കിൽ വേറെ എങ്ങോടെങ്കിലും ദൂരദേശത്തേക്ക് പോയി, അതോടുകൂടി നിന്റെ വിശ്വാസം നിർത്തരുത്. അല്ലെങ്കിൽ പഴയത് പറഞ്ഞത് തന്നതുപോലെയുള്ള ആമേൻ സ്തോത്രം അവരുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നിന്റെ ആ വചനത്തിൻ്റെ സോഴ്സ് ഒരു അല്പകാലത്തേക്ക് ഒരു ഡിലേ വന്നു, ആമേൻ ചർച്ചിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. നിന്റെ വിശ്വാസത്തെ നീ കൈവിടരുത്. ആദ്യം മുതൽ കേട്ടതിനെ നീ കൈവിട്ട് കളയരുത്. അതിൽ വസിക്കുന്നവരാകണം. അതിൽ വസിച്ചാൽ മാത്രമേ യേശുവിൽ വസിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒന്നുകൂടി വായിച്ചു. 23, പുത്രനെ നിഷേധിക്കുന്നവന്, ആമേൻ സ്തോത്രം. 24, ആമേൻ, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വസിക്കണമെങ്കിൽ ആദ്യം മുതൽ കേട്ടത് നമ്മൾ മറന്നു കളയരുത്. ആമേൻ. ഇനിയും ആമേൻ, യേശുവിൽ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആറാമത്തെ പോയിന്റ്, അവനിൽ വസിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? യേശു വരുമ്പോൾ അവനിൽ, അവൻ സ്വന്തം പ്രാഗൽഭ്യത്തോടെ അവൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ അവനിൽ വസിക്കുന്നവരാകണം. അവനിൽ വസിക്കണമെങ്കിൽ അവൻ, ആറാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കുന്നവരാകണം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുന്നവരാകണം. അവനിൽ വസിക്കണമെങ്കിൽ ഇങ്ങനെ വേണം. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുത്തു, യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം. ആറാമത്തെ വാക്യം പറയുകയാണ്, യേശുവിന്റെ കൽപ്പനയെ അനുസരിക്കണം. 1 യോഹന്നാൻ 3:24 പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. 24 വാക്യം പറയുകയാണ്, 1 യോഹന്നാൻ 3:24 പറയാണ്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനിൽ വസിക്കുന്നു. അപ്പൊ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം, എന്നാൽ മാത്രമേ അവനിൽ വസിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇന്ന് യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? അവൻ ആലങ്കാരികമായിട്ട് നമുക്ക് പറയാം, കർത്താവിന്റെ സ്തോത്രം. പക്ഷെ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുക. പരിശുദ്ധാത്മാവാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് കാര്യങ്ങളെ പറഞ്ഞു തന്നിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ച് 24 എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു.
കർത്താവിന് സ്തോത്രം. അവൻ്റെ ആത്മാവിനാൽ നമുക്കൊരു കാര്യം അറിയാം. എന്താ? ആമേൻ സ്തോത്രം. അവൻ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിനാൽ ആമേൻ സ്തോത്രം നമ്മൾ അറിയുന്നു. എന്തറിയുന്നു? നമ്മൾ അവനിൽ വസിക്കുന്നു എന്നറിയുന്നു. അപ്പൊ അവനിൽ വസിക്കുന്നു എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ദൈവേഷ്ടം അനുസരിക്കുമ്പോഴാണ്. ഒരു ദൈവേഷ്ടമാണെന്ന് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞിട്ട് പ്രമാണിക്കാതെ പോകരുത്. ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യരുത്. ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കണം. യേശുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നില്ല എങ്കിൽ യേശുവിൽ നിനക്ക് വസിക്കുവാൻ സാധ്യം അല്ല. യേശുവിൻ്റെ കൽപ്പനയെ നിരസിച്ചിട്ട് നിനക്ക് യേശുവിൽ വസിക്കാമെന്ന് നീ ചിന്തിച്ചാൽ, അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചാൽ, അത് ഈ വചനത്തിന് വിരുദ്ധമാണ്, വിരോധമായിട്ടാണ് നീ സംസാരിക്കുന്നത്. നീ അവൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ പാമ്പർ ചെയ്യുന്ന കള്ളപ്പുരോഹിതനാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കും. ഇന്ന് രാത്രി നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, നിന്റെ കൽപ്പനകൾ ഏതെങ്കിലും ഞാൻ അനുസരിക്കാതെ പോയിട്ടുണ്ടോ? നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഞാൻ കേൾക്കാതെ പോയിട്ടുണ്ടോ? കർത്താവിനോട് അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അവനിൽ വസിക്കണം. എങ്ങനെ? അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. ഈ വചനത്തിനകത്ത് ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തോട് സംസാരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് ഇനിയും കർത്താവിനെ അനുസരിക്കാതെ മാറിയിരിക്കുന്ന കൽപ്പനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കൽപ്പന ശരിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് അത് ചെയ്യാതെ ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തോട് വാദിക്കട്ടെ. കൽപ്പനയെ അനുസരിച്ചാൽ നീ യേശുവിൽ വസിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. ആറാമത്തെ കാര്യം പറയുകയാണ്, യേശുവിൽ ആമേൻ നമ്മൾ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണം. 1 യോഹന്നാൻ 2:27 അതിന് സമാനമായിരിക്കുന്നൊരു വാക്യമുണ്ട്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും, അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കും. അപ്പോൾ നിന്നിൽ വസിക്കുന്ന ഈ അഭിഷേകം ആമേൻ നിങ്ങളോട് എന്ത് ചെയ്യും? സകലവും ഉപദേശിച്ചു തരും. അതുകൊണ്ടാണ് ചിലരൊക്കെ ചർച്ചയിൽ വരുമ്പോൾ ചിലതൊക്കെ ശരിയാണെന്ന് തോന്നും, പ്രാർത്ഥന കൂട്ടായ്മയിൽ വരുമ്പോൾ ചിലതൊക്കെ ശരിയാണെന്ന് തോന്നും. കാരണം എന്താണെന്ന് പറയുമ്പോൾ, നിന്നിൽ വസിക്കുന്ന ഈ അഭിഷേകം നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ലോകത്തിലേക്ക് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് അതിൻ്റെ ആ തീഷ്ണത അങ്ങ് കുറഞ്ഞു. നീ വിചാരിച്ചത് ആ ഡോക്ടറും ശരിയല്ലെന്ന്, അല്ലെങ്കിൽ ആ വചനം ശരിയല്ലെന്ന്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? നിന്നിലുള്ള അഭിഷേകമാണ് നിന്നെ പഠിപ്പിച്ചത്. അത് ശരിയാണെന്നും അതനുസരിക്കണമെന്നുള്ള ആഗ്രഹം നിന്റെ അകത്ത് ഉണ്ടാക്കിയത് നിന്നിലെ അഭിഷേകമാണ്. ആ അഭിഷേകം ജ്വലിച്ചത് നീ വചനം കേട്ടപ്പോഴും വചനത്തിൻ്റെ കൂട്ടായ്മയ്ക്കകത്തായിരുന്നപ്പോഴുമാണ്. നീ ലോകത്തിലേക്ക് പോയപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പശബ്ദത്തെ നിരസിക്കുവാൻ തുടങ്ങി. കാലക്രമേണ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം നമ്മളതങ്ങ് വിട്ടുകളയാൻ തുടങ്ങി. കർത്താവിൻ്റെ സ്തോത്രം. അതല്ലേ എൻ്റെ സത്യം. 24 വാക്യം പറയുകയാണ്, നിങ്ങൾ ആമേൻ സ്തോത്രം ആമേൻ. അതിൻ്റെ 27 വാക്യം പറയുകയാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. കർത്താവിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുകയാണ്. We need a fresh anointing. If you are a minister, നീ ഒരു ശുശ്രൂഷകനാണെങ്കിൽ നിനക്കൊരു പുത്തൻ അഭിഷേകം എല്ലാ ദിവസവും വേണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കാം. കർത്താവിൻ്റെ സ്തോത്രം. അവനിൽ വസിക്കണമെങ്കിൽ ആമേൻ നടക്കുന്ന ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് ആമേൻ യേശുവിൽ വസിക്കണം. യേശുവിൽ വസിക്കണമെങ്കിൽ അവന് പറഞ്ഞിരിക്കുന്ന ആറാമത്തെ കാര്യം എന്താണ്? നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരാകണം, പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നവരാകരുത്. Do not quench the Holy Spirit. കെടുത്തരുത്. Do not grieve the Holy Spirit. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.
പരിശുദ്ധയാത്മാവാണ് യേശു നമ്മെ പഠിപ്പിച്ചത്, നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ആറാമത്തെ കാര്യം, അവൻ്റെ കൽപ്പനകളെ ആമേൻ സ്തോത്രം നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ നാം അവനിൽ വസിക്കും. കർത്താവിന് സ്തോത്രം. ഇനി ഏഴാമത്തെ കാര്യം, ഏഴാമത്തെ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ ഇത് ക്ലോസ് ചെയ്യാൻ പോകും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഏഴാമത്തെ കാര്യം, അവനിൽ വസിക്കണമെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കണം. ഹല്ലേലൂയ. അവനിൽ വസിക്കണമെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കണം. വായിച്ചോട്ടെ ഏഴാമത്തെ കാര്യം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:6 വാക്യം. 1 യോഹന്നാൻ 3:6 പറയുന്നു, അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കർത്താവിന് സ്തോത്രം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അവനിൽ വസിച്ചാൽ നമ്മൾ പാപം ചെയ്യത്തില്ല. അപ്പോൾ അവനിൽ വസിക്കണമെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് അകന്നിരിക്കണം, പാപം ചെയ്യരുത്. കർത്താവിന് സ്തോത്രം. ഇനി അഥവാ എന്തെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനോട് പ്രാർത്ഥിക്കണം. യേശുവേ, നിന്റെ രക്തം കൊണ്ട് എന്നോട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇന്ന വീഴ്ചകൾ ഇന്ന ആൾക്കാരോട് സംഭവിച്ചിട്ടുണ്ട്. എക്സ്പോസ് ദ സിൻ ആൻഡ് ടു ദ ലൈറ്റ്. അത് ആ വെളിച്ചത്തിനകത്തേക്ക് കൊണ്ടുവന്ന് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കാൻ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ പാപം കടുച്ചുവപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയായിത്തീരും. അനുസരിക്കുന്നുവെങ്കിൽ നീ അനുഗ്രഹം അനുഭവിപ്പാനിരിക്കാം. നീ ദേശത്തിൻ്റെ നന്മ തിന്നും. യേശയ്യാ പ്രവചനം 1:18. കർത്താവിന്റെ സ്തോത്രം. വായിക്കണ്ട. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് ആമേൻ മാറി താമസിക്കണം, അല്ലെങ്കിൽ അകന്നിരിക്കണം. അപ്പോൾ 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കർത്താവിന്റെ സ്തോത്രം. പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ വസിക്കുവാനായിട്ട് സാധ്യമല്ല, അല്ലേ? കർത്താവിന്റെ സ്തോത്രം. ലൂക്കാസ് സുവിശേഷം 21-ാമത്തെ അധ്യായം 35, 36 വാക്യം, 34, 35, 36 വാക്യങ്ങളിലെല്ലാം യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നു. ആമേൻ. യോഹന്നാൻ പ്രത്യക്ഷതയിൽ നമുക്ക് അവൻ്റെ സന്നിധിയിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് നാം ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? അവനിൽ വസിക്കണം. ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവനിൽ വസിക്കണം. നിന്റെ പേര് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അവനിൽ വസിക്കണം. ആമേൻ. ഉത്പ്രാപണത്തിനകത്ത് സഭ എടുക്കപ്പെടുമ്പോൾ ഞാൻ മാറ്റി നിർത്തപ്പെടരുതെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആമേൻ. അവനിൽ വസിക്കണം. അവനിൽ വസിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് അവൻ നടന്നതുപോലെ ജീവിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. പുതിയ സൃഷ്ടിയാകണം, വീണ്ടും ജനിക്കണം. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. പിന്നെയും അവിടെ പറഞ്ഞിരിക്കുന്നു, ആമേൻ സ്തോത്രം, സഹോദരനെ സ്നേഹിക്കണം. ചെറിയ കാര്യമാണ്, ആമേൻ സ്തോത്രം. എന്നാൽ അതിൻ്റെ റിസൾട്ട് ഭയങ്കര വലുതാണ്. സ്നേഹിച്ചില്ലെങ്കിലോ പാപത്തിലാണ് വസിക്കുന്നത്, അല്ല മരണത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ യേശുവിൽ വസിക്കണമെങ്കിൽ ആമേൻ നിന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവനിൽ വസിക്കണമെങ്കിൽ മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ്, വചനം പഠിക്കണം. കാരണം വചനം വസിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വചനം നമ്മിൽ വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. അത് ഇരിക്കുകയല്ല, അത് ഇൻഫോർമേഷനല്ല, അത് വസിക്കുകയാണ്. യേശു ആ വചനം. കർത്താവിന് സ്തോത്രം. അപ്പോൾ യേശു നമ്മിൽ വസിക്കണമെങ്കിൽ, യേശുവിൽ നമുക്ക് വസിക്കണമെങ്കിൽ നാം വചനം പഠിച്ചേ പറ്റൂ. കർത്താവിന് സ്തോത്രം. വചനം വായിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. അവൻ സ്തോത്രം. നാലാമതായിട്ട് അവനിൽ വസിക്കണമെങ്കിൽ ദൈവേഷ്ടം ചെയ്യണം. എന്താ ദൈവേഷ്ടം? അവൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവേഷ്ടം എന്ന് പറയുന്നത് അവൻ സ്തോത്രം ഒത്തിരി സ്ഥലങ്ങളിൽ ദൈവേഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുവനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ ദൈവേഷ്ടം? എപ്പോഴും സന്തോഷിപ്പിൻ, ഇതാകുന്നുവല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. കഷ്ടതയിൽ അവൻ ദുഃഖിച്ചു പോകരുത്. കഷ്ടതയിൽ പിന്നെയും പ്രത്യാശ കൈവിടരുത്. വേദന ഉണ്ടാകും, പക്ഷേ ദുഃഖിക്കരുത്. പിന്നെയും പറഞ്ഞിരിക്കുന്നു, ആമേൻ സ്തോത്രം, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. Give thanks. This is the will of God. You must give thanks in all the things you receive from Him. ദൈവം നിനക്ക് ചെയ്തു തന്ന എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കും. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഒത്തിരി ഉണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു ദിവസത്തിൽ പറയാം.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ആമേൻ സ്തോത്രം. അഞ്ചാമത് പറയുന്നു, അവനിൽ വസിക്കണമെങ്കിൽ കേട്ടത് മറക്കരുത്. കേട്ടത് ആദ്യം മുതൽ കേട്ടതിൽ വസിക്കണം. അതിടയ്ക്ക് വെച്ച് ആരുടെയെങ്കിലും ദുരുപദേശം കേട്ട് മറിഞ്ഞു പോകരുത്. മുറുകെ പിടിക്കണം, വിട്ടരുത്. ആമേൻ സ്തോത്രം. യേശുവിൽ നിനക്ക് വസിക്കണമെങ്കിൽ ആദ്യം മുതൽ കേട്ടതിൽ വസിക്കണം. വീണ്ടും ആറാമത്തെ കാര്യം പറയുന്നു, അവരിൽ വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, അല്ലെങ്കിൽ യേശുവിൻ്റെ കൽപ്പന, അതായത് യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണം. യേശുവിൻ്റെ കൽപ്പന അനുസരിക്കാത്തവന് അവനെ വസിക്കുവാൻ സാധ്യമല്ല. വീണ്ടും പറയുന്നു, യേശുവിൽ വസിക്കണമെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കണം. ഒരു സെപ്പറേഷൻ, ഒരു വേർപാട്, വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. വിശുദ്ധയായ സഭ, വിശുദ്ധ സഭ, വിശുദ്ധന്മാർ, അതിവിശുദ്ധ വിശ്വാസം, വിശുദ്ധ സഭായോഗം, വിശുദ്ധന്മാരുടെ കൂട്ടം. ആമേൻ. ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാർ, സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ ജാതി, ഹോളി നേഷൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജനം. കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ 7 കാര്യങ്ങൾ, യേശുവിൽ വസിക്കുവാൻ ആവശ്യമായിരിക്കുന്ന 7 കാര്യങ്ങൾ ദൈവവചനത്തെ ആധാരമാക്കി വളരെ വ്യക്തമായിട്ട് അവൻ എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ സ്വർഗത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എല്ലാ ആദരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്, കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി, അങ്ങ് ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങളെ മാനിച്ചതിനായിട്ട് നന്ദി. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരുന്ന സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രാഗൽഭ്യത്തോടെ തലകുനിയാതെ ലജ്ജിച്ചു പോകാതെ നിൽക്കുവാൻ തക്ക വിധം ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിന് അങ്ങയിൽ വസിക്കുവാൻ, അങ്ങ് നടന്നതുപോലെ നടക്കുവാൻ, പാപത്തിൽ നിന്ന് അകന്നിരിപ്പാൻ എൻ്റെ സഹോദരനോട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതെല്ലാം മാറ്റി അവനെ സ്നേഹിപ്പാൻ, വചനം പഠിക്കുവാൻ, ദൈവേഷ്ടം ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിപ്പാൻ ഒക്കെ കർത്താവിൻ്റെ രാത്രി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഈ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് 100 മേനിയും ഫലം കായ്ക്കണമേ. അപ്പം വചനം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവെ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഫ്രൂട്ട്ലെസ് ആയിട്ട് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കർത്താവെ, അവരെ ഫലഭൂയിഷ്ഠരായിട്ട് മാറട്ടെ. Let them be fruitful in the name of Jesus. As they abide in Jesus, കർത്താവെ, അത് അവരെ യേശുവിൽ വസിക്കുന്നത് മുഖാന്തരമായിട്ട് ഈ ദിവസങ്ങളിൽ അവരുടെ ബാരൻനെസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ജോലി മേഖലയിൽ അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നവർ ഇന്ന് മുതൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ബിസിനസ് ചെയ്യുന്നവർ അവൻ ഇതുവരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിൽ കർത്താവെ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിച്ചോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ജീവിതത്തിൽ പരാജയം അനുഭവിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. Let them be fruitful in the name of Jesus. യേശുവിൽ വളരുവാൻ, യേശുവിൽ വസിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പച്ചൻ അങ്ങനെ ചെയ്താട്ട് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നല്ല നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. God bless you. God be with you. Shalom. യേശുവേ, വേഗം വരണമേ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. ആമേൻ. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ആമേൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാളെ സഭായോഗമുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ആമേൻ കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ ദൈവം തന്നിട്ടുണ്ട്. കർത്താവ് എല്ലാവരെയും